ഇന്നലെ സഭയുടെ മേശപ്പുറത്ത് വെച്ച ബിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെയാണ് പരിഗണിച്ചത്. എൻഡിഎ സർക്കാർ പരിഗണിച്ച ആദ്യത്തെ ബില്ലാണിത്. നൃപേന്ദ്ര മിശ്രയുടെ നിയമനത്തിന് നിയമസാധുതയില്ലെന്ന പ്രതിപക്ഷത്തിന്റെ വാദം ഇതോടെ ഇല്ലാതാവും. ട്രോയ് അംഗങ്ങൾക്ക് സർക്കാർ പദവികൾ വഹിക്കാനാവില്ലെന്ന ചട്ടമാണ് ബില്ലിലൂടെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളും ഈ സെഷനിൽ തന്നെ ബില്ല് പരിഗണിക്കും. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് ഇക്കാര്യത്തിലുണ്ടാവും. ഭൂരിപക്ഷം കുറഞ്ഞ ലോക്സഭയിൽ ബില്ല് പാസാക്കുക വലിയ പ്രയാസമാവില്ലെങ്കിലും 68 എംപിമാരുള്ള രാജ്യസഭയിൽ കോൺഗ്രസ് ബില്ലിനെ എതിർക്കും. ഒരു വ്യക്തിയോ വ്യക്തിയുടെ നിയമനത്തെയോ അല്ല കോൺഗ്രസ് എതിർക്കുന്നതെന്ന് കോൺഗ്രസ് എംപിമാർ പറയുന്നു. ട്രോയ് നിലവിൽ വന്നപ്പോൾ മുതൽ തന്നെ അതിലെ അംഗങ്ങളോ ചെയർമാനോ മറ്റു പദവികൾ വഹിക്കരുതെന്ന് നിയമമുണ്ട്. അതാണ് ഇപ്പോൾ ലംഘിക്കുന്നതെന്ന് കോൺഗ്രസ് എംപി ശശി തരൂർ പറഞ്ഞു. Telecoms Regulatory Authority was set up to be an independent body, the chairman of which would not be tempted by any particular prospect of future employment and would therefore conduct himself completely independently. If you change this, you are basically making the chairman of the Telecom Regulatory Authority a handmaiden of the government. എന്നാൽ നിലവിൽ നിയമനത്തിലുള്ള തടസ്സം നീക്കി നിയമവിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് എൻഡിഎ സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് നിയമകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.